എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടിയുമായി സീതാറാം യെച്ചൂരി. ഇഡിയെ പേടിച്ച് ബിജെപിയിൽ ചേരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ പോലെയല്ല പിണറായി വിജയനെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ഒന്നും പറയുന്നില്ലെന്ന് എം.എ. ബേബിയും ചൂണ്ടിക്കാട്ടി. ഇഡിയെ പേടിച്ച് ബിജെപിയിൽ ചേരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ പോലെയല്ല പിണറായി എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. Everybody in Kerala knows that Chief Minister was arrested during emergency and tortured. So our leaders are not like the former Chief Minister, Congress Chief Minister of Maharashtra, who is afraid of being arrested and therefore joined BJP. Former Chief Minister of Jammu and Kashmir, who is hobnobbing with the BJP now. He was leader of the opposition in the parliament. And in every state, former PCC chiefs, former ministers, cabinet ministers, they have defected to the BJP. മോദിയുടെ ഗ്യാരണ്ടി പച്ചക്കള്ളമാണെന്നും രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ഒന്നും പറയുന്നില്ലെന്നും എം.എ. ബേബി പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം.എ. ബേബി. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ സുഹൃത്ത്, ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ വിഡ്ഢിത്തം പറയുന്നത് തൻ്റെ ഒരു സ്വഭാവമാക്കി മാറ്റിയിരിക്കുകയാണ്. കുറച്ചു നാൾ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ക്ഷേത്ര സന്ദർശനം നടത്തി മാധ്യമങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ പൂണൂൽ ധരിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. ഒരുപക്ഷെ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയെ സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. ഈ ജന്മത്തിൽ തന്നെ ഞാൻ ബ്രാഹ്മണനാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നിങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ മകൻ്റെ മകനാണ് എന്നുള്ള കാര്യമെങ്കിലും രാഹുൽ ഗാന്ധി താങ്കൾ ഓർക്കണമായിരുന്നു. റോബർട്ട് വാദ്രയ്ക്ക് വേണ്ടി DLF എന്തിനാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കോഴ നൽകിയതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് EP ജയരാജൻ. രാഹുൽ ഗാന്ധിയുടേത് അപക്വമായ രാഷ്ട്രീയ നിലപാടെന്നും പക്വത ഇല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ളവർ രാഹുലിനെ ഉപദേശിക്കണമെന്നും LDF കൺവീനർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇന്നതിൻ്റെ എല്ലാ കാലത്തെയും ജീർണത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ദുർബലമാവുകയാണ്. എന്നാൽ VD സതീശൻ BJPയേക്കാൾ ആവേശത്തോടെ CPM കോൺഗ്രസിനെ ആക്രമിക്കുന്നുവെന്ന് കൊച്ചിയിൽ പറഞ്ഞു. അതിനു പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാണിച്ചു എന്ന് പോസ്റ്റിട്ട പാലോടിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരായിട്ട് കേസെടുത്തു.